ഹലോ കുട്ടീസ്, വെൽക്കം ടു ഐഷീസ് ഡ്രീം വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മുടെ 6th ഡേ ആണ്. നമ്മൾ ഹൈദരാബാദ് ഇന്ന് സ്റ്റേ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഹൈദരാബാദുള്ള ഫിലിം സിറ്റി വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്നുള്ള പ്ലാനാണ് കേട്ടോ. ഹൈദരാബാദ് വന്നിട്ട് നമുക്ക് അത് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നിന്ന ഹോട്ടലിൽ നിന്ന് ഒരു 31 കിലോമീറ്റർ ആയിരുന്നു ഫിലിം സിറ്റിയിലേക്ക് ഉണ്ടായിരുന്നത്. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോർണിംഗ് ടൈം ആയതുകൊണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കടന്ന് നമ്മൾ ഫിലിം സിറ്റിയിലെ എൻട്രൻസിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ് കയറുമ്പോൾ തന്നെ റോഡിൻ്റെ 2 സൈഡ്സിലായിട്ട് സ്റ്റാച്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാനൊക്കെ. അങ്ങനെ ഞങ്ങൾ നേരെ കാർ പാർക്കിങ്ങിൽ ചെന്ന് കാറൊക്കെ പാർക്ക് ചെയ്തു. പാർക്കിംഗ് ഫീസ് 50 റുപ്പീസ് ആയിരുന്നു. നേരെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് ആൾക്കാർ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നിൽപ്പുണ്ട് ടിക്കറ്റ് ബേസ് ചെയ്ത്. അപ്പോൾ നോർമൽ പാക്കേജ് ആണെങ്കിൽ 1500 റുപ്പീസാണ് ഒരാൾക്ക് ടിക്കറ്റ് ആവുന്നത് അഡൾട്ടിന്. ചൈൽഡിനാകുമ്പോൾ 1200 റുപ്പീസ് അങ്ങാണ്ടാണ്. നമ്മൾ ഡിഫൻസ് ഓൺലൈനിലാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് കൂടി 3773 റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ പാക്കേജ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ടിക്കറ്റുമുണ്ട്. അതായത് നമ്മൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതിനാണെങ്കിൽ 2000 റുപ്പീസാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിഫൻസ് ഓഫ്ലൈനിൽ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ എൻട്രൻസിലേക്ക് പോയി അവിടുന്ന് ബസ്സിലാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത്. അവിടെ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഇതുപോലൊരു എൻട്രൻസിൽ നമ്മൾ വന്ന ബസ്സിൽ നിന്ന് ഇറങ്ങി ആ കാണുന്ന റെഡ് ബസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ കയറണം. അവിടെ നിന്ന് ആ ബസ്സിലാണ് നമ്മൾ ഓരോ ലൊക്കേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറുമ്പോൾ തന്നെ ഓരോ ബസ്സിലും ഒരു ഗൈഡ് നമുക്കുണ്ടാകും. അവർ നമുക്ക് ഓരോ കാര്യങ്ങൾ അവിടുത്തെ ഓരോ ലൊക്കേഷനെ പറ്റി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എവിടെയാണ് ഫസ്റ്റ് ഇറങ്ങേണ്ടതെന്നും അവിടെ നിന്ന് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ ആ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ വീഡിയോ ഞാൻ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അപ്പോൾ ഭയങ്കര ലോങ് ആയി പോകുന്നത് കൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.